ഹലോ എവരി വൺ, ജൂനിയർ ലാബ് അസിസ്റ്റന്റിന്റെ ഒരു സിലബസ് ഡീകോഡിംഗ് സെഷനിലേക്ക് വെൽക്കം ചെയ്യുന്നു. പി കെ ലേണിംഗ് സയൻസ് വിങ് അവതരിപ്പിക്കുന്ന ജൂനിയർ ലാബ് അസിസ്റ്റന്റിന് വേണ്ടിയുള്ള ഒരു വെബിനാർ ആണ്. അതായത് ഇപ്പൊ നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നു, കൺഫർമേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരു എക്സാം ആണ് ജൂനിയർ ലാബ് അസിസ്റ്റന്റ്. ഒക്ടോബറിലോ നവംബറിലോ ആണ് നമ്മൾ എക്സാം പ്രതീക്ഷിക്കുന്നത്. അപ്പൊ ഈ ഒരു എക്സാമിന്റെ സിലബസ് എല്ലാവരുടെ കയ്യിലും ഉണ്ടാകും. ഈ ഒരു സിലബസ് എങ്ങനെ ഡീകോഡ് ചെയ്യാം, ഈ ഒരു സിലബസിന്റെ എക്സ്പ്ലനേഷനും ആ സിലബസ് എങ്ങനെ ഡീകോഡ് ചെയ്ത് ആ സിലബസിൽ നിന്ന് എന്തെല്ലാമാണ് പഠിക്കേണ്ടത്, എന്തെല്ലാമാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത്, എങ്ങനെ പഠിക്കണം, എങ്ങനെ നമുക്കൊരു പ്ലാൻ തയ്യാറാക്കി എന്തെല്ലാം മിസ്റ്റേക്സ് അവോയ്ഡ് ചെയ്ത് എങ്ങനെയാണ് ആ ഒരു സ്ട്രാറ്റജി നമ്മൾ തയ്യാറാക്കേണ്ടത്, അതിൽ എന്തെല്ലാമാണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു സിലബസ് ഡീകോഡിംഗ് സെഷൻ ആണ്. ജോയിനീസിന് വോയിസ് ഓഡിബിൾ ആണോ, സ്ലൈഡ്സ് വിസിബിൾ ആണോ? ഓക്കെ, അപ്പൊ സിലബസ് ഡീകോഡിംഗ് സെഷനിലേക്ക് വെൽക്കം ചെയ്യാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നത്തെ സെഷനില് സിലബസ് ഡീകോഡ് ചെയ്യുന്നുണ്ട്, എന്തെല്ലാമാണ് നമ്മൾ പഠിക്കേണ്ടത്, എങ്ങനെ നമുക്കൊരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കാം, ഏതൊക്കെ ബുക്കുകളാണ് നമ്മൾ റെഫർ ചെയ്യേണ്ടത്, എന്തെല്ലാമാണ് നമ്മൾ കോമൺ ആയിട്ട് അവോയ്ഡ് ചെയ്യേണ്ട മിസ്റ്റേക്സ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ നമുക്കറിയാം ജൂനിയർ ലാബ് അസിസ്റ്റന്റ് എക്സാം ഒക്ടോബർ അല്ലെങ്കിൽ നവംബറിൽ വരാൻ സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ ഈ മാസം തന്നെ എന്തായാലും കൺഫർമേഷനും എക്സാം ഡേറ്റ് എന്തായാലും വരുന്നതായിരിക്കും. അപ്പോ ഈ ഒരു ജൂലൈ മാസം ഇപ്പോ കഴിയാറായി, ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ 2.5 മാസം തികച്ചില്ല നമ്മുടെ മുന്നില് പഠിക്കാനായിട്ട്. ഓക്കെ, അപ്പൊ ഇനിയുള്ള സമയം ശരിയായ രീതിയിൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് സ്ട്രാറ്റജിക് ആയിട്ട് ഒരു സ്മാർട്ട് സ്റ്റഡി നടത്താമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സിലബസ് കവർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പൊ ജൂനിയർ ലാബ് അസിസ്റ്റന്റിന്റെ MLTയുടെ കേസ് എടുക്കുകയാണെങ്കിൽ MLT 50 മാർക്കിനാണുള്ളത്. ഈ 50 മാർക്ക് എങ്ങനെ പഠിച്ചെടുക്കാം എന്നുള്ളതാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കി നമുക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജി നിങ്ങൾ +2 പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്, അതേ സിലബസ് തന്നെയാണുള്ളത്. ഓക്കെ, പക്ഷെ ഈ ഒരു 50 മാർക്ക് എന്ന് പറയുന്നത് റാങ്ക് മേക്കിംഗ് ആണ്. ഈ ഒരു MLTയിലെ 50 മാർക്ക് പാർട്ട് 1 MLT 50 മാർക്ക് റാങ്ക് മേക്കിംഗ് ആണ്. ഓക്കെ, അപ്പൊ 4 മോഡ്യൂളുകളിലായിട്ടാണ് ഈ 50 മാർക്ക് വരുന്നത്. അപ്പൊ ഈ 50 മാർക്കിൽ എത്രത്തോളം സ്കോർ ചെയ്യുന്നു അവരാണ് റാങ്ക് ലിസ്റ്റിൽ ഇടം നേടുന്നത്. കാരണം അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് ഈ സ്പെഷ്യൽ ടോപ്പിക് ആയ MLT എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു സിലബസ് നമുക്ക് ഡീകോഡ് ചെയ്യുന്നതില് ആദ്യം തന്നെ നമുക്കറിയാം മോഡ്യൂള്. ഇപ്പൊ MLT എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഉള്ള പേടി എന്താണ്, ലാബിന്റെ ടോപ്പിക്സ് ഒക്കെ പുതിയതായിരിക്കും. BHSC MLT പഠിക്കാത്തവർക്ക് ഉള്ള അപ്പൊ സിലബസ് ഡീകോഡിങ്ങില് നമ്മൾ ആദ്യം തന്നെ ആദ്യത്തെ മോഡ്യൂളിൽ മാത്രം തന്നെയാണ് ഈ ഒരു ലാബിന്റെ ടോപ്പിക്സ് വന്നിരിക്കുന്നത്. ഓക്കെ, അതായത് മോഡ്യൂൾ 1. ഈ മോഡ്യൂൾ 1ൽ മാത്രമാണ് ബേസിക് ലബോറട്ടറി ടെക്നിക്സ് വന്നിരിക്കുന്നത്. അപ്പൊ ഈ ബേസിക് ലബോറട്ടറി ടെക്നിക്സ് വളരെ സിമ്പിൾ ആണ്. അതിൽ വരുന്നത് BHSC MLTയുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള കുറച്ച് ടോപ്പിക്സ് ആണ്. അതിൽ കൂടുതലായിട്ടും ഈ ഒരു മോഡ്യൂളില് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റിൽ നിന്നാണ്. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. അപ്പൊ ഈ മോഡ്യൂൾ നമ്മൾ PYQ അനാലിസിസ് ചെയ്യുന്നുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഒരു ലൈവ് നമ്മൾ ചെയ്തിരുന്നു. അടുത്ത വീക്കിൽ നമ്മൾ ലൈവ് ചെയ്യുന്നതായിരിക്കും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. PYQ അനാലിസിസിലൂടെ PSC എന്തൊക്കെ ചോദിച്ചു, എന്തൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്, എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് എക്സാമിൽ വരുന്നത് എന്നൊരു ഐഡിയ കിട്ടാൻ സാധിക്കും. അപ്പൊ ഈ ബേസിക് ലബോറട്ടറി ടെക്നിക്സിലാണ് MLTയുടെ മെയിൻ ആയിട്ടുള്ള ടോപ്പിക്സ് ഇവിടെ മാത്രമേ വരുന്നുള്ളൂ. ഈ മോഡ്യൂൾ 1 എന്ന് പറയുന്നത് 10 മാർക്കിന് ക്വസ്റ്റ്യൻ വരുന്ന ഏരിയയാണ് മോഡ്യൂൾ 1. 10 മാർക്സ് ആണ് മോഡ്യൂൾ 1ന്. അതിൽ വരുന്നത് ബേസിക് ലബോറട്ടറി ടെക്നിക്സ് ആണ്. അപ്പൊ അതിൽ എന്തെല്ലാമാണെന്ന് നോക്കാം. ഒന്ന്, ഈ ലാബിൽ ഉപയോഗിക്കുന്ന കെമിക്കലെ പറ്റി അറിയണം. അതിൽ ഉപയോഗിക്കുന്ന സിംബലുകൾ, ഹസാർഡ് സിംബലുകൾ, വാർണിംഗ് സിംബലുകൾ, പിന്നെ ഉപയോഗിക്കുന്ന ഗ്ലാസ് വെയർ എങ്ങനെ ക്ലീൻ ചെയ്യും, അതുപോലെ ഡിസിൻഫെക്ഷൻ എങ്ങനെ നടത്തും, പിന്നെ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ്, വെരി വെരി ഇമ്പോർട്ടന്റ് ടോപ്പിക്. പിന്നെ ഫസ്റ്റ് എയ്ഡ് ടെക്നിക്കുകൾ, ലാബിൽ കട്ട്, ബ്രൂയിസ്, ബേൺ ഇഞ്ചുറി ഒക്കെ വന്നു കഴിഞ്ഞാലുള്ള ഫസ്റ്റ് എയ്ഡ് ടെക്നിക്സ്. പിന്നെ സാമ്പിൾ കളക്ഷൻ ആൻഡ് പ്രോസസിംഗ്. അതിനുശേഷം കോമൺ ഇൻസ്ട്രുമെന്റ്സ് യൂസ്ഡ് ഇൻ ലബോറട്ടറീസ്, ഇൻക്യുബേറ്റേഴ്സ്, സെൻട്രിഫ്യൂജ്, സെമി ഓട്ടോ അനലൈസർ, കളറിമീറ്റർ, മൈക്രോപിപ്പറ്റ്, distillation and deionization apparatus and use, laboratory management system.
അപ്പൊ ഇത്രയും ടോപ്പിക്കുകളാണ്. ഇതായിരിക്കും ആരും പഠിച്ചിട്ടില്ലാത്തൊരു ടോപ്പിക്കുകൾ. ഇതായിരിക്കും ആകെ ഒരു 8 ടോപ്പിക് ഉണ്ട്, വളരെ ഈസി ആയിട്ടുള്ളതാണ് പഠിച്ചെടുക്കാൻ. അപ്പൊ ഈ സംഭവങ്ങൾ പഠിക്കുന്നതിൽ നിന്ന് കിട്ടുന്നത് 10 മാർക്കുമാണ്. വളരെ ഈസി ആയിട്ട് ഇതുവരെ പഠിച്ചിട്ടില്ലാത്തവർക്കും പഠിച്ചെടുക്കാൻ പറ്റുന്ന ടോപ്പിക്കുകൾ തന്നെയാണ്. ഇനി രണ്ടാമത്തെ മോഡ്യൂളിനെ സംബന്ധിച്ചെടുക്കുകയാണെങ്കിൽ അതിൽ ബ്ലഡ് ആൻഡ് ഫ്ലിബോട്ടമി 10 മാർക്കും അതുപോലെ തന്നെ ബ്ലഡ് ബാങ്കിങ് ആൻഡ് ഇമ്മ്യൂണോ ഹെമറ്റോളജി 3 മാർക്കിനും വരുന്നുണ്ട്. മൊത്തം 13 മാർക്കിനാണ് രണ്ടാമത്തെ മോഡ്യൂള്. രണ്ടാമത്തെ മോഡ്യൂളില് ബ്ലഡിനെ പറ്റിയാണ് പഠിക്കേണ്ടത്. ഓക്കെ, ആ ബ്ലഡും ഫ്ലിബോട്ടമി ഉണ്ട്, അതായത് എങ്ങനെ ബ്ലഡ് എടുക്കണം, ബ്ലഡിന്റെ കളക്ഷൻ, കാപ്പിലറി പങ്ക്ചർ, ആർട്ടീരിയൽ പങ്ക്ചർ, വീനസ് പങ്ക്ചർ, അതുപോലെ തന്നെ വാക്യൂ ചെയിനറുകൾ. ഷുവർ ഷോട്ട് ക്വസ്റ്റ്യൻ വരുന്നതാണ്. നമ്മളൊരു ഷുവർ ഷോട്ടിന്റെ ക്ലാസ് ചെയ്തിരുന്നു. രണ്ടാമത്തെ ഷുവർ ഷോട്ട് നെക്സ്റ്റ് വീക്കിൽ വരുന്നതായിരിക്കും. നമുക്കറിയാം ഈ ബയോമെഡിക്കൽ പോലെ രണ്ടാമത്തെ ഒരു ഇമ്പോർട്ടന്റ് ഷുവർ ഷോട്ട് ആണ് വാക്യൂ ചെയിനറുകൾ. അതിന്റെ കളർ കോഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതൊരു 1 മാർക്ക് ഷുവർ ഷോട്ട് ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഏരിയ ആണ്. പിന്നെ ബ്ലഡ് കളക്ട് ചെയ്യുന്ന സൈറ്റുകൾ, കാപ്പിലറി ബ്ലഡ് എവിടെ നിന്ന് എടുക്കുന്നു, വീനസ് ബ്ലഡ് എവിടെ നിന്ന് എടുക്കുന്നു, സൈറ്റ്, കാപ്പിലറി ഫിംഗർ ടിപ്പും വീനസ് ആണെങ്കിൽ ആന്റിക്യുബിറ്റൽ വെയിൻ ഒക്കെയാണ്. അപ്പൊ ആ സൈറ്റുകൾ പഠിക്കണം. അതുപോലെ ആന്റി കൊയാഗുലന്റുകൾ ഏതൊക്കെയാണ് ഉപയോഗിക്കുന്നത്, അതിന്റെ അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ്. ഇനി നമുക്ക് എങ്ങനെ ബ്ലഡ് സെൽസ് ഐഡന്റിഫൈ ചെയ്യാം, ലീഷ്മാൻ സ്റ്റെയിനിങ് പ്രൊസീജിയർ ഉപയോഗിച്ചാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. ഓക്കെ, അതെങ്ങനെയൊക്കെ ചെയ്യും എന്നുള്ളത്. പിന്നെ ബ്ലഡിന്റെ സെല്ലുകളെ പറ്റി, RBC, WBC, പ്ലേറ്റ്ലെറ്റുകള്, അപ്പൊ ഇവരെയൊക്കെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. RBC, WBC, പ്ലേറ്റ്ലെറ്റ്സ്, അവരുടെയൊക്കെ ക്യാരക്ടേഴ്സും നോർമൽ റേഞ്ചും അറിഞ്ഞിരിക്കണം. നമ്മളിപ്പോ ലാബില് എല്ലാത്തിന്റെയും നോർമൽ വാല്യൂസ്, അത് അടുത്ത ഷുവർ ഷോട്ട് ആയിട്ട് വരുന്നതാണ്. ഈ ബ്ലഡിൽ എല്ലാത്തിൻ്റെതും നോർമൽ വാല്യൂസ് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചിരിക്കണം. ഓക്കെ, അടുത്തത് ന്യൂബാർസ് കൗണ്ടിങ് ചേംബറെ പറ്റി അറിഞ്ഞിരിക്കണം. അതിലാ കൗണ്ട് ചെയ്യുന്നത് അല്ലെ. പിന്നെ അതുപോലെ RBC കൗണ്ട്, WBC കൗണ്ട്, അതുപോലെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട്, റെറ്റിക്കുലോസൈറ്റ് കൗണ്ട്, അതുപോലെ അബ്സല്യൂട്ട് ഈസ്നോഫിൽ കൗണ്ട്. അപ്പൊ ഇവിടെ അടുത്ത ഒരു ഷുവർ ഷോട്ട് ആയിട്ട് ചോദിക്കുന്നത് ഡൈല്യൂട്ടിംഗ് ഫ്ലൂയിഡുകളാണ്. RBC ഡൈല്യൂട്ടിംഗ് ഫ്ലൂയിഡ് ഏതാണ്, ഹെയംസ് അല്ലെങ്കിൽ ഡെയ്സീസ് ഫ്ലൂയിഡ്. WBC ടേർക്സ് ഫ്ലൂയിഡ്. പ്ലേറ്റ്ലെറ്റ് റീസ് സൊല്യൂഷൻ. അപ്പൊ ഇങ്ങനെ ഡൈല്യൂട്ടിംഗ് ഫ്ലൂയിഡുകളിൽ നിന്ന് ക്വസ്റ്റ്യൻ സ്ഥിരമായിട്ട് വരാറുണ്ട്. പിന്നെ റെറ്റിക്കുലോസൈറ്റ് കൗണ്ട്, ഹീമോഗ്ലോബിൻ എസ്റ്റിമേഷൻ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഏരിയ ആണ്. ഹീമോഗ്ലോബിനിൽ നിന്ന് ക്വസ്റ്റ്യൻ സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. പിന്നെ PCV, പാക്ഡ് സെൽ വോളിയം, അതിനെയാണ് ഹെമറ്റോക്രിറ്റ് എന്ന് പറയുന്നത്. അതിനുപയോഗിക്കുന്ന വിൻഡ്രോപ്സ് മെത്തേഡ്. പിന്നെ ESRന് ഉപയോഗിക്കുന്ന വെസ്റ്റർഗ്രൻസ് മെത്തേഡ്, അതും സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ വരുന്നതാണ്. അതായത് പിപ്പറ്റുകളെ പറ്റി, ഈ വെസ്റ്റർഗ്രൻസ് പിപ്പറ്റ്, ഇതിന്റെയൊക്കെ എത്ര ലെങ്ത് ഉണ്ട്, എത്ര വർക്കിംഗ് ഡിസ്റ്റൻസ്, എത്ര ബോർ ഡയമീറ്റർ. അപ്പൊ ഇത് ഓരോ റിയേജന്റുകൾ പഠിക്കുന്നത് കൂടാതെ ഇൻസ്ട്രുമെന്റ് ഉപയോഗിക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കണം. അപ്പൊ വെസ്റ്റർഗ്രൻസ് പിപ്പറ്റിന്റെ ലെങ്ത് എത്രയാണ്, അതുപോലെ അതിന്റെ വർക്കിംഗ് ഡിസ്റ്റൻസ് എത്രയാണ്, 300 മില്ലിമീറ്റർ, വർക്കിംഗ് ഡിസ്റ്റൻസ് 200 ആണ്, അതിന്റെ ബോർ ഡയമീറ്റർ ഒക്കെ ക്വസ്റ്റ്യൻ വരുന്നതാണ്. ഓക്കെ, അപ്പൊ സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ വരുന്ന ഏരിയാസ് ആണ്. ഇതൊന്നും നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അടുത്തത് കൊയാഗുലേഷനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ബ്ലീഡിംഗ് ടൈം, അതില് എല്ലാത്തിന്റെയും നോർമൽ വാല്യൂസ് നേരത്തെ പറഞ്ഞു. ഡ്യൂക്സ് മെത്തേഡ്, കാപ്പിലറി ട്യൂബ് മെത്തേഡ്, ഇതിന്റെയൊക്കെ നോർമൽ വാല്യൂസ്. പിന്നെ ഓട്ടോമേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓട്ടോമേഷൻ ഇവിടെയും വരുന്നുണ്ട്, ഈ ഹെമറ്റോളജിയിലും വരുന്നുണ്ട്, ഇനി ബയോ കെമിസ്ട്രിയിലും ഓട്ടോമേഷൻ വരുന്നുണ്ട്. ഓക്കെ, അതായത് മെഷീനുകളുടെ സഹായത്തോടെ ലാബ് ടെസ്റ്റുകൾ ചെയ്യുന്നതാണ്, ഹ്യൂമൻ ഇൻവോൾവ് അല്ലാതെ. ഓക്കെ, ഇനി അടുത്തതായിട്ട് 3 മാർക്കിന് ക്വസ്റ്റ്യൻ വരുന്നത് ബ്ലഡ് ബാങ്കിങ് ആൻഡ് ഇമ്മ്യൂണോ ഹെമറ്റോളജി ആണ്. ഓക്കെ, അത് നമ്മൾ മുന്നേ പഠിച്ചതാ. ഈ ഹെമറ്റോളജി ഒക്കെ നമ്മൾ മുന്നേ പഠിച്ച കാര്യങ്ങളാണ് അല്ലെ. ബ്ലഡ് ഗ്രൂപ്പ് ആന്റിജനെ പറ്റിയും ABO, അതുപോലെ ആന്റിബോഡീസിനെ പറ്റിയും, ABO ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റം, അതുപോലെ RH സിസ്റ്റം, പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളത്. ഓക്കെ, അതുപോലെ ബ്ലഡ് ഗ്രൂപ്പിംഗ് ടെക്നിക്കുകൾ ഏതൊക്കെയാണ്, സെൽ ഗ്രൂപ്പിംഗ് ഉണ്ട്, സീറം ഗ്രൂപ്പിംഗ്, സ്ലൈഡ് മെത്തേഡ്, ട്യൂബ് മെത്തേഡ്, ഇതിനെല്ലാം ക്വസ്റ്റ്യൻ കണ്ടുവരുന്നുണ്ട്. പിന്നെ അടുത്തതായിട്ട് ഡോണറുകളെ, നമ്മൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യില്ലേ, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യനുകൾ. അതിൽ പ്രധാനമായിട്ടും ആന്റി കൊയാഗുലൻസ്, അതൊരു ഷുവർ ഷോട്ട് ടോപ്പിക് ആണ് കേട്ടോ. ആന്റി കൊയാഗുലന്റ് രണ്ടിടത്ത് സിലബസിൽ കണ്ടില്ലേ, നമ്മൾ ഒരു ആന്റി കൊയാഗുലൻസ് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസിൽ കിടപ്പുണ്ട്, അതുപോലെ ആന്റി കൊയാഗുലൻസ് ഇൻ ബ്ലഡ് ബാങ്ക് ഉണ്ട്. സിലബസ് എല്ലാവരും പ്രിന്റ് ഔട്ട് എടുത്ത് വെച്ച് സിലബസ് വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്.
ഓക്കെ സിലബസ് കംപ്ലീഷൻ ആകരുത് നിങ്ങളുടെ എയിം. നിങ്ങൾ പഠിക്കുന്ന ടോപ്പിക്കിൽ നിന്ന് എങ്ങനെ ക്വസ്റ്റ്യൻ വന്നാലും എഴുതാൻ സാധിക്കണം. അല്ലാതെ സിലബസ് മാത്രം മഗപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും റാങ്ക് ലിസ്റ്റ് നേടാൻ സാധിക്കില്ല. നിങ്ങൾ പഠിക്കുന്ന ടോപ്പിക്കിൽ നിന്ന് എങ്ങനെ ക്വസ്റ്റ്യൻ വന്നാലും ആൻസർ ചെയ്യാവുന്ന ഒരു അവസ്ഥയിലോട്ട് എത്തുമ്പോഴാണ് നമുക്ക് റാങ്ക് ലിസ്റ്റില് എവിടെയെങ്കിലും പേര് വന്നിട്ട് കാര്യമില്ലല്ലോ. ഒരു ജോബ് കിട്ടാൻ വേണ്ടി ഉള്ള ഏറ്റവും ആദ്യം തന്നെ പേര് വരണം അല്ലെ. അല്ലാതെ സപ്ലി ലിസ്റ്റിൽ വന്നിട്ട് നമുക്ക് കാലാകാലം വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് റാങ്ക് ലിസ്റ്റിൽ ഒരു ജോലി കിട്ടാവുന്ന തരത്തിലൊരു റാങ്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ സ്മാർട്ട് സ്റ്റഡി അത്യാവശ്യമാണ്. എന്ത് പഠിക്കണം എന്ന് പഠിക്കണ്ട എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കുറെ നേരം ഇതിന് സമയമെടുത്ത് പഠിച്ചിട്ട് കാര്യമില്ല. അതുപോലെ തന്നെ പഠിച്ച കാര്യങ്ങൾ റിവിഷനും മോക്ക് ടെസ്റ്റും എക്സാമും എഴുതി നോക്കാതെ പഠിച്ചുകൊണ്ട് മാത്രം ഇരുന്നിട്ട് യാതൊരു കാര്യവുമില്ല. ആദ്യമായിട്ട് എക്സാം ഹാളിൽ പോയി എക്സാം എഴുതുമ്പോഴേക്ക് നമുക്ക് അങ്ങനെ നല്ല രീതിയിൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കില്ല. നമ്മൾ പഠിച്ച പരീക്ഷകൾ എഴുതി ആ പരീക്ഷകളിൽ വരുന്ന മിസ്റ്റേക്കുകൾ മനസ്സിലാക്കി അത് തിരുത്തി മുമ്പോട്ട് പോയാൽ മാത്രമേ നമുക്ക് ഫൈനൽ എക്സാമിന് നമ്മൾ വിചാരിക്കുന്ന തരത്തിൽ ഒരു മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് മോഡ്യൂൾ 2 പറ്റി അല്ലെ. മോഡ്യൂൾ 1 10 മാർക്കിന് വളരെ എളുപ്പമാണെന്ന് പറഞ്ഞു. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് ആണെന്ന് പറഞ്ഞു. എല്ലാവരും ഇന്ന് തന്നെ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. നിങ്ങളുടെ എന്തായാലും നിങ്ങൾക്ക് അതിൽ നിന്നൊരു 1 മാർക്ക് ഷുവർ ഷോട്ടോ ഒരു ഇത് കിട്ടുന്നതായിരിക്കും മാർക്ക്. ഓക്കെ, അടുത്തത് മോഡ്യൂൾ 2 പറ്റി പറയുകയാണെങ്കിൽ ബ്ലഡ് ആൻഡ് ഫ്ലെബോട്ടമി 10 മാർക്സ്, അതിലൊരു ഷുവർ ഷോട്ട് പറഞ്ഞു, വാക്യൂചെയിനർ പറഞ്ഞു അല്ലെ. അടുത്തതായിട്ട് ഹെമറ്റോളജി പറഞ്ഞു. അതിൽ എല്ലാ നോർമൽ വാല്യൂസ് ഇമ്പോർട്ടന്റ് ആണ്, ഡൈല്യൂട്ടിംഗ് ഫ്ലൂയിഡുകൾ ഇമ്പോർട്ടന്റ് ആണ്, ഹീമോഗ്ലോബിൻ എസ്റ്റിമേഷൻ, വെസ്റ്റർഗ്രൻസ് മെത്തേഡ് ആൻഡ് വെസ്റ്റർഗ്രൻസ് പിപ്പറ്റ് ഇമ്പോർട്ടന്റ് ആണ്. ഇസ് ഇറ്റ് ക്ലിയർ? ഇനി അടുത്തത് മോഡ്യൂൾ 3 പോകാം. മോഡ്യൂൾ 3 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഏതൊക്കെയാണ്? പെത്തോളജി മോഡ്യൂൾ 3. മോഡ്യൂൾ 3 15 മാർക്കാണ് മോഡ്യൂൾ 3 ക്വസ്റ്റ്യൻ വരുന്നത്. അതില് 5 മാർക്ക് പെത്തോളജി ആണ്, അതുപോലെ ബാക്കി 10 മാർക്ക് ബയോ കെമിസ്ട്രി ആണ്. അപ്പൊ ഈ പെത്തോളജിയിൽ യൂറിൻ അനാലിസിസ് എപ്പോഴും ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഏരിയ ആണ് യൂറിൻ അനാലിസിസ്. ഇറ്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടന്റ്. യൂറിൻ അനാലിസിസിൽ നിന്ന് സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ഓക്കെ, സ്പ്യൂട്ടം, സെമൻ, പിന്നെ CSF അനാലിസിൽ നിന്ന് സ്ഥിരമായിട്ട് എന്ന് വെച്ചിട്ട് സ്പ്യൂട്ടവും സെമനൊന്നും പഠിക്കേണ്ടെന്നല്ല. ഓക്കെ, എന്നാലും ക്വസ്റ്റ്യൻസ് കൂടുതൽ വരുന്നത് യൂറിൻ അനാലിസിസും CSF അനാലിസിസുമാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് കണ്ടുവരുന്നത്. പിന്നെ നമ്മൾ ഷുവർ ഷോർട്ട് ടോപ്പിക്സ് ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു അനാറ്റമിക്കൽ ടേംസിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാം എന്നല്ലേ. എന്താണ് ഈ അനാറ്റമിക്കൽ ടേംസ്? വാട്ട് ഈസ് ഹെമറ്റൂറിയ? What is hematuria? Blood in urine. What is glycosuria? The presence of glucose in urine. What is hemoptysis? That is blood in sputum. What is epistaxis? That is bleeding from the nose. What is hematemesis? Blood in vomitus. ഓക്കെ, ഇങ്ങനെയുള്ള ടേംസിനെയാണ് നമ്മൾ അനാറ്റമിക്കൽ ടേംസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ അനാറ്റമിക്കൽ ടേംസിൽ നിന്ന് ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അനാറ്റമിക്കൽ ടേംസ് അബ്രീവിയേഷൻസ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പോ ഹെമറ്റൂറിയ എന്ന് വെച്ചാൽ യൂറിനിൽ ബ്ലഡ് കാണുന്ന ഒരു അവസ്ഥ. ഗ്ലൈക്കോസൂറിയ എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസ് കാണുന്ന ഒരു അവസ്ഥ. ഓക്കെ, അപ്പോ ആ ടേംസ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഏതൊക്കെ ടേംസാണ് ഞാൻ പറഞ്ഞത്? ഞാൻ ഒന്ന് നോട്ട് ചെയ്ത് തരാം. നമ്മുടെ ഷുവർ ഷോർട്ട് ടോപ്പിക്സ് പാർട്ട് 1 കണ്ടു നോക്കിയാൽ അതിൽ നമ്മൾ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ. ഹെമറ്റൂറിയ, ഗ്ലൈക്കോസൂറിയ. ഓക്കെ, അടുത്തത് ഹെമറ്റെമസിസ്. ഈ എമസിസ് എന്ന് പറഞ്ഞ വാക്കിനർത്ഥം വോമിറ്റിംഗ് എന്നാണ്. അപ്പൊ വോമിറ്റസിൽ ബ്ലഡ് കാണുന്നതാണ് ഈ ഹെമറ്റെമസിസ്. അടുത്തത് ഹീമോപ്റ്റൈസിസ്. ഹീമോപ്റ്റൈസിസ് എന്ന് പറഞ്ഞാൽ സ്പ്യൂട്ടത്തിൽ ബ്ലഡ് കാണുന്നത്. ഓക്കെ, അടുത്തത് എപ്പിസ്റ്റാക്സിസ്, അതായത് നോസിൽ നിന്ന് ബ്ലഡ് വരുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ? ഹെമറ്റൂറിയ, ഗ്ലൈക്കോസൂറിയ, ഹെമറ്റെമസിസ്, ഹീമോപ്റ്റൈസിസ്, അതുപോലെ എപ്പിസ്റ്റാക്സിസ്. അപ്പൊ ഇതിൽ നിന്നൊക്കെ സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ വരുന്നുണ്ട് ഇതുപോലെയുള്ള അനാറ്റമിക്കൽ ടേംസിൽ നിന്ന്. പിന്നെ ഒരു ഷുവർ ഷോട്ട് നമുക്ക് പറയാം. നമ്മളിപ്പോ ഏതൊക്കെ പറഞ്ഞു? യൂറിൻ അനാലിസിസ്, CSF അനാലിസിസ്, ബ്ലഡ് ഗ്ലൂക്കോസിൽ നിന്ന് PYQ നോക്കിക്കഴിഞ്ഞാൽ നിരവധി ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഏരിയ ആണ് ബ്ലഡ് ഗ്ലൂക്കോസ് എസ്റ്റിമേഷൻ. ഓക്കെ, റീനൽ ത്രഷോൾഡ് എത്രയാണെന്നുള്ളത്. അതുപോലെ ഡയബറ്റിസ് മെല്ലിറ്റസിനെ പറ്റി, ഡയബറ്റിസ് മെല്ലിറ്റസിൽ നിന്ന് അത് കീറ്റോ അസിഡോസിസിലോട്ട് പോകുന്ന അവസ്ഥ, അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പൊ ബ്ലഡ് ഗ്ലൂക്കോസ് എസ്റ്റിമേഷൻ നിന്ന് നിരവധി ക്വസ്റ്റ്യൻ. റീനൽ ത്രഷോൾഡ് 180 mg/% ആണ്, ക്വസ്റ്റ്യൻ വന്നതാണ്, PYQ വന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു ഡയബറ്റീസിന്റെ കോംപ്ലിക്കേഷൻ, ഡയബറ്റിക് കീറ്റോ ആസിഡോസിസ്. അപ്പൊ ഫ്രൂട്ടി ഓർഡർ ഇൻ യൂറിൻ ഉണ്ടാവുന്നത് എപ്പോഴാണ്? ഇറ്റ് ഈസ് ഡ്യൂ ടു ഡയബറ്റിക് കീറ്റോ ആസിഡോസിസ്. അപ്പൊ ഇങ്ങനെ നിരവധി ക്വസ്റ്റ്യൻ ആണ് ബ്ലഡ് ഗ്ലൂക്കോസ് എസ്റ്റിമേഷനിൽ നിന്ന് വരുന്നത്. പിന്നെ HbA1c,
സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ വരുന്നതാണ്. 2-3 മാസത്തിനിടയിൽ ഗ്ലൂക്കോസിന്റെ അളവ് അറിയാനായിട്ട് എത്രത്തോളം നമ്മൾ മരുന്നുകൾ കഴിച്ചു കഴിഞ്ഞാലും ബോഡി എത്രത്തോളം ടോളറേറ്റ് ചെയ്യുന്നുണ്ട്, മെഡിസിൻ ഓക്കെ ആണോ, ഡയബറ്റോളജിസ്റ്റുകൾ സ്ഥിരമായിട്ട് ചെയ്തു നോക്കുന്നതാണ് HbA1c. അപ്പൊ ഒരു 3 മാസത്തെ ആവറേജ് ലെവൽ അറിയാൻ സാധിക്കും. അപ്പൊ അവർക്ക് ഈ മെഡിസിൻ തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതിയോ ചേഞ്ച് ചെയ്യണോ എന്ന് തീരുമാനിക്കാൻ സാധിക്കും. അപ്പൊ ബ്ലഡ് ഗ്ലൂക്കോസ് അടുത്ത ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണെന്ന് പറയാം. അതുപോലെ തന്നെ ഇപ്പൊ ഇവിടെ RFT LFT നിന്നെല്ലാം റാൻഡം ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞു നോർമൽ വാല്യൂസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നോർമൽ വാല്യൂസ് എക്സാം എടുത്ത് വരുമ്പോൾ നമുക്ക് നോർമൽ വാല്യൂസ് മാത്രം വെച്ചുകൊണ്ട് ഒരു ക്ലാസ് ചെയ്യാം. ഓക്കെ, അപ്പൊ നോർമൽ വാല്യൂസ് അത്ര ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ എല്ലാവരും നോർമൽ വാല്യൂസ് പഠിക്കുക. നോർമൽ വാല്യൂസ് സ്റ്റഡി ടേബിളിൽ പേസ്റ്റ് ചെയ്ത് വെക്കുക. അപ്പൊ ഡെയിലി കാണുമ്പോൾ അതങ്ങ് അറിയാതെ പഠിച്ചു. അപ്പൊ നോർമൽ വാല്യൂസ് വിട്ടുകളയരുത്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ്, റീനൽ ഫംഗ്ഷൻ ടെസ്റ്റ്, ഇലക്ട്രോലൈറ്റ്, കാർഡിയാക് മാർക്കർ, ട്യൂമർ മാർക്കർ എന്നൊക്കെ സ്ഥിരം ക്വസ്റ്റ്യൻ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു ഭാഗം ഇമ്പോർട്ടന്റ് ആണ്. ഇതും ഈ RFT LFT ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ MLT-യിൽ നിന്ന് നമുക്കൊന്നും വിട്ടുകളയാനില്ല. എന്നാലും കൂടുതൽ ഇമ്പോർട്ടന്റ് എന്താണ് POCT, പോയിന്റ് ഓഫ് കെയർ ടെസ്റ്റിംഗ് ക്വസ്റ്റ്യൻ വന്നതാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എത്രത്തോളം കളക്ട് ചെയ്യാമോ അത്രത്തോളം കളക്ട് ചെയ്ത് നോക്കുക. ജൂനിയർ ലാബ് അസിസ്റ്റന്റ്, മെഡിക്കൽ എഡ്യൂക്കേഷൻ്റെ, അതുപോലെ കേരള വാട്ടർ അതോറിറ്റിയുടെ, ലബോറട്ടറി ടെക്നീഷ്യന്റെ ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അവൈലബിൾ ആണ്. അപ്പൊ അതിലെല്ലാം ക്വസ്റ്റ്യൻസ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പൊ അതിൽ നിന്നെല്ലാം ഉള്ള MLT ക്വസ്റ്റ്യൻസ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ സിലബസ് നല്ല രീതിയിൽ പഠിക്കുക. സിലബസ് മഗ്ഗപ്പ് ചെയ്യാനല്ല, പഠിക്കുന്ന കാര്യങ്ങൾ വളരെ തറവായിട്ട് കൺസെപ്റ്റ് മനസ്സിലാക്കി കാണാതെ പഠിക്കാതിരിക്കുക. കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കുക. കാണാതെ പഠിക്കേണ്ട കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് നോർമൽ വാല്യൂസ് ഇഷ്ടമാതിരി നോർമൽ വാല്യൂസ് കാണാതെ പഠിക്കേണ്ടതായിട്ടുണ്ട്. അത് കാണാതെ തന്നെ പഠിക്കുക. ഓക്കെ, ഇനി അടുത്ത 4ാമത്തെ മോഡ്യൂൾ ഏതാണ്? അവസാനത്തെ മോഡ്യൂൾ 12 മാർക്കിന് മൈക്രോബയോളജി ആണ്. അതിൽ 5 മാർക്ക് മൈക്രോബയോളജി, മോഡ്യൂൾ മൈക്രോബയോളജി, പാരസൈറ്റോളജി, സൈറ്റോളജി, ഹിസ്റ്റോടെക്നോളജി, ഇത്രയാ വരുന്നത്. ഓക്കെ, അതിൽ മൈക്രോബയോളജി 5 മാർക്കിന്. ഓക്കെ, മൈക്രോബയോളജി നമുക്ക് കൂടുതൽ അനന്തനാരായണൻ ടെക്സ്റ്റ് റെഫർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ മൈക്രോബയോളജിയുടെ ബാക്കി ഡിപ്ലോമ ലാബിന്റെ ടെക്സ്റ്റുകളിലൊക്കെ ഇത് കാര്യമായിട്ട് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് തന്നെയാണ് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിൽ ബാക്ടീരിയയുടെ ക്ലാസിഫിക്കേഷൻ ഞാൻ പറഞ്ഞു. ഇവിടെ ഒരു ഷുവർ ഷോട്ട് കിടക്കുന്നുണ്ട്, ഷെയ്ഡ്സ് ഓഫ് ബാക്ടീരിയ, ക്ലാസിഫിക്കേഷൻ ഓഫ് ബാക്ടീരിയ. നമ്മൾ മുന്നേ ഷുവർ ഷോട്ടിൽ ഡിസ്കസ് ചെയ്തു. സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഏരിയ ആണ് ഷെയ്ഡ്സ് ഓഫ് ബാക്ടീരിയ. അതുപോലെ തന്നെ ഡിസിൻഫെക്റ്റന്റുകളിൽ നിന്നെല്ലാം ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, ഡിസിൻഫെക്റ്റന്റ് ആൻഡ് ആന്റിസെപ്റ്റിക്സ്. ഓക്കെ, അതുപോലെ കൾച്ചർ മീഡിയ, കൾച്ചർ മെത്തേഡുകൾ വലുതായി ചോദിച്ചില്ലെങ്കിലും കൾച്ചർ മീഡിയയിൽ നിന്ന് സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. എല്ലാവരും ശ്രദ്ധിക്കുക, കൾച്ചർ മീഡിയ. ഓക്കെ, അപ്പൊ അതിൽ കൂടുതലായിട്ട് നമ്മുടെ ഒരു ലീഷ്മാൻ സ്റ്റെയിൻ, ഈ സ്റ്റെയിനിങ്ങിനെ പറ്റിയൊക്കെ ക്വസ്റ്റ്യൻ വരുന്നുണ്ട് കേട്ടോ. ലീഷ്മാൻ സ്റ്റെയിൻ, ഇറ്റ് ഇസ് എ ടൈപ്പ് ഓഫ് റൊമനോവ്സ്കി സ്റ്റെയിൻ. അസിഡിക് ഡൈയും ബേസിക് ഡൈയും അതിലുണ്ട്. അപ്പൊ അതൊരു ന്യൂട്രൽ സ്റ്റെയിൻ ആണ്. അപ്പൊ ഇങ്ങനെയുള്ള കുറേ ക്വസ്റ്റ്യൻസ് സ്റ്റെയിനിങ്ങിൽ നിന്ന് വരുന്നുണ്ട്. ഓക്കെ, അപ്പോ അതുപോലെ കൾച്ചർ മീഡിയകളിൽ നിന്ന് കുറെ ക്വസ്റ്റ്യനുകൾ വരാറുണ്ട്. ഐഡന്റിഫിക്കേഷൻ ഓഫ് ബാക്ടീരിയ, മോട്ടിലിറ്റി, സ്റ്റെയിനിങ്. ഈ സ്റ്റെയിനിങ്ങിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. സ്റ്റെയിനിങ്ങിൽ നിന്ന് സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. കൂടുതലായിട്ടും ലീഷ്മാൻ സ്റ്റെയിൻ നമ്മൾ മുന്നത്തെ ഷുവർ ഷോട്ടിൽ ഡിസ്കസ് ചെയ്തു. ലീഷ്മാൻ സ്റ്റെയിൻ, ഇറ്റ് ഇസ് എ ടൈപ്പ് ഓഫ് റൊമനോവ്സ്കി സ്റ്റെയിൻ. അതൊരു ന്യൂട്രൽ ആണ്, ആസിഡിക് ഡൈ ബേസിക് ഡൈ ചേർന്നത്. അതെല്ലാം സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ വരുന്ന ഏരിയയാണ്. ഓക്കെ, അടുത്തത് ബയോകെമിക്കൽ സെറോളജിക്കൽ ഒക്കെ വരുന്നുണ്ട്. മലേറിയയിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാറുണ്ട്. മലേറിയ, ഫൈലേറിയ. അപ്പൊ 1 മാർക്ക് മലേറിയ എന്നും 1 മാർക്ക് ഫൈലേറിയാസിസിൽ നിന്നും വരാൻ സാധ്യതയുണ്ട്. വളരെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇത് കൂടുതലും VHSCയുടെ MLT ലാബിന്റെ ടെക്സ്റ്റ് ബുക്കുകളിൽ തന്നെയാണ് ഇത് കാര്യമായിട്ട് കൊടുത്തിട്ടുള്ളത്. വളരെ ഡെപ്തിൽ ഇല്ലെങ്കിലും ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ അതിലുണ്ട്. അതിൽ നിന്നും ക്വസ്റ്റ്യൻസും വന്നിട്ടുണ്ട്. പിന്നെ 5 മാർക്ക് ചോദിക്കുന്നത് ഹിസ്റ്റോ ടെക്നോളജി ആൻഡ് സൈറ്റോളജിയിൽ നിന്നാണ്. അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. മൈക്രോടോമിനെ പറ്റി ഒക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. 5 മാർക്കാണ് ഹിസ്റ്റോ ടെക്നോളജി ആൻഡ് സൈറ്റോളജി. ഡിപ്ലോമയുടെ PDF അവൈലബിൾ ആണ്. NIOSന്റെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് നിന്ന്. അതിൽ ആ ഒരു സൈറ്റില് ഡിപ്ലോമ MLTയുടെ സൈറ്റിൽ നമുക്ക് കിട്ടുന്നുണ്ട് കുറച്ച് PDFകൾ. ഓക്കെ, ഇത് കൂടാതെ നമുക്ക് VHSC MLT ടെക്സ്റ്റ് ബുക്കിലും അവൈലബിൾ ആണ്. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ക്വസ്റ്റ്യൻസ് വന്ന ഏരിയ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ മോഡ്യൂളുകൾ ഡിവൈഡ് ചെയ്ത് പറഞ്ഞു അല്ലെ. 50 മാർക്കുള്ള MLT 4 മോഡ്യൂളുകളായിട്ട് ഡിവൈഡ് ചെയ്തു. ആദ്യത്തെ മോഡ്യൂളിൽ 10 മാർക്ക് ബേസിക് ലബോറട്ടറി ടെക്നിക്സ്. അപ്പൊ അതിൽ ഷുവർ ഷോർട്ട് ആയിട്ട് പറഞ്ഞു ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ്. രണ്ടാമത്തെ ബ്ലഡ് ആൻഡ് ഫ്ലമോട്ടപ്പി 10 മാർക്കും. ബ്ലഡ് ബാങ്കിങ് ആൻഡ് ഇമ്മ്യൂണോ ഹെമറ്റോളജി 3 മാർക്കും. അതിൽ വാക്യൂ ചെയിനറുകളെ പറ്റി, ഹീമോഗ്ലോബിനെ പറ്റി, നോർമൽ വാല്യൂകളെ പറ്റി, ഡൈല്യൂട്ടിംഗ് ഫ്ലൂയിഡ് ഒക്കെ ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞു. ക്ലിനിക്. അത് കഴിഞ്ഞ് മോഡ്യൂൾ 3 തേർഡ് പത്തോളജി.
ആൻഡ് ബയോകെമിസ്ട്രി 5 മാർക്കും 10 മാർക്കും വളരെ ഇമ്പോർട്ടന്റ് ആണ്. മോഡ്യൂൾ 3 വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. മോഡ്യൂൾ 4 12 മാർക്കാണ്. മൈക്രോബയോളജി 5 മാർക്കും, പാരസൈറ്റോളജി 2 മാർക്കും, ഹിസ്റ്റോ ടെക്നോളജി ആൻഡ് സൈറ്റോളജി 5 മാർക്കും. ക്ലിയർ ആണോ? അപ്പൊ നമ്മൾ സിലബസിനെ വളരെ കീറി മുറിച്ച് മനസ്സിലാക്കി സിലബസിൽ എന്താണ് ഇമ്പോർട്ടന്റ്. അതിൽ വേറൊരു കാര്യം, സിലബസ് കംപ്ലീറ്റ് ഇമ്പോർട്ടന്റ് ആണ്, എന്നാലും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് എന്താണ്, ഏത് ഓർഡറിൽ നമ്മൾ പഠിച്ചു തുടങ്ങണം എന്നുള്ളത് അല്ലെ. അപ്പൊ മോഡ്യൂൾ 3-ന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. 15 മാർക്കുള്ള മോഡ്യൂൾ 3-ന് ഇമ്പോർട്ടൻസ് കൊടുത്ത് വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. നിങ്ങളുടെ സിലബസ് പ്രിന്റ് ഔട്ട് എടുത്ത് വെച്ച് അതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുകൾ കളക്ട് ചെയ്ത് വെച്ച് ഓക്കെ ഡെയിലി ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കാൻ ശ്രമിക്കുക. നിങ്ങൾ കളക്ട് ചെയ്യുമ്പോൾ ഏതൊക്കെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കളക്ട് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജൂനിയർ ലാബ് അസിസ്റ്റന്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ, ജൂനിയർ ലാബ് അസിസ്റ്റന്റ് KWA, അതുപോലെ ലാബ് ടെക്നീഷ്യൻ ഗ്രേഡ് 2, ബ്ലഡ് ബാങ്ക് ടെക്നീഷ്യൻ ഗ്രേഡ് 2. അപ്പൊ ഈ ക്വസ്റ്റ്യൻ പേപ്പറുകളിലെല്ലാം നിങ്ങൾക്ക് MLT ക്വസ്റ്റ്യൻ കിട്ടും. അപ്പൊ ഈ ക്വസ്റ്റ്യൻ പേപ്പറുകളിലെല്ലാം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം കളക്ട് ചെയ്ത് അതിലെല്ലാം ഉള്ള MLT ക്വസ്റ്റ്യനുകൾ നോക്കുക. ഓക്കെ, അപ്പൊ നമ്മുടെ എയിം MLT-യിൽ 50 മാർക്ക് നേടുക എന്നുള്ളതാണ്. MLT-യിൽ 50 മാർക്കും നേടിക്കഴിഞ്ഞാൽ റാങ്ക് ലിസ്റ്റിൽ കയറാനുള്ള, റാങ്ക് ലിസ്റ്റിൽ ഏറ്റവും ആദ്യം വരാനുള്ള സാധ്യത കൂടുകയാണ്. ബാക്കി നിങ്ങൾക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജി മുന്നേ പഠിച്ച കാര്യങ്ങൾ ഒന്ന് ബ്രഷപ്പ് ചെയ്താൽ മതിയാകും. ഓക്കെ, ഫിസിക്സിലെ കാര്യങ്ങൾ, ഫിസിക്സും കെമിസ്ട്രിയും അതിൽ നിന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് പഠിക്കാം. എന്താ പഠിക്കേണ്ടത് എന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് പഠിക്കാം. അപ്പൊ MLT-ക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പക്ഷേ ബാക്കി എല്ലാ സബ്ജക്ട്സും പഠിക്കുക. പക്ഷെ MLT-ക്ക് കൂടുതൽ MLT ഡെയിലി പഠിക്കണം. ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ എന്നും MLT പഠിക്കുക. ബാക്കി സബ്ജക്റ്റുകൾ എങ്ങനെയാ നിങ്ങൾ ഒരു സ്റ്റഡി പ്ലാൻ തയ്യാറാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ MLT ഡെയിലി പഠിക്കുക. ഒരു 5 ദിവസത്തിൽ 5 ദിവസവും MLT പഠിക്കുക. ബാക്കി നിങ്ങൾ ഓർഡറിൽ എന്താണ്, ഒരു ദിവസം ഫിസിക്സ് പഠിച്ചു, ഒരു ദിവസം കെമിസ്ട്രി പഠിച്ചു, ഒരു ദിവസം ബോട്ടണി പഠിച്ചു, ഒരു ദിവസം സുവോളജി പഠിച്ചു. ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജി. പക്ഷെ MLT എല്ലാ ദിവസവും കൂടെ പഠിക്കുക. ഓക്കെ, അപ്പൊ എന്നിട്ട് ഒരാഴ്ച പഠിച്ച കാര്യങ്ങൾ മൺഡേ ടു ഫ്രൈഡേ പഠിച്ച കാര്യങ്ങൾ സാറ്റർഡേ റിവിഷന് മാത്രം വെക്കുക. അപ്പൊ നിങ്ങൾ ഒരു സ്റ്റഡി പ്ലാൻ തയ്യാറാക്കുമ്പോൾ പഠിക്കാൻ ദിവസങ്ങൾ മാത്രം വെച്ചാൽ പോരാ. ഓക്കെ, ഒരു റിവിഷൻ ഡേ വെക്കുക. അതുപോലെ റിവിഷൻ ആണ് ദിവസം കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. പിന്നെ ഒരു സൺഡേ കിട്ടും അല്ലെ. അപ്പൊ ബാക്കിയുള്ള ദിവസങ്ങളിൽ ഓരോ ദിവസം എടുക്കുക. പക്ഷെ എല്ലാ ദിവസവും കൂടെ MLT എടുക്കുക. പുട്ടിന് തേങ്ങ ഇടുന്നത് പോലെ എല്ലാ ദിവസവും MLT കൂടെ നോക്കുക കേട്ടോ. MLT അത്ര ഇമ്പോർട്ടന്റ് ആണ്. MLT കൂടെ നോക്കുക. അതിനുശേഷം അപ്പൊ 5 ദിവസമായില്ലേ, 5 ദിവസത്തിന് ശേഷം നിങ്ങൾ 6ാമത്തെ ദിവസം ശനിയാഴ്ച നിങ്ങൾ കംപ്ലീറ്റ് റിവൈസ് ചെയ്തു. പരമാവധി ഈ ഡെയിലി പഠിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് അന്നന്ന് ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്ത് മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യണം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അന്ന് കിടക്കുന്നതിന് മുമ്പ് അന്ന് പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യുക. തലേന്ന് പഠിച്ച കാര്യം റിവൈസ് ചെയ്യുക. റിവിഷന് ശേഷം ഒരു ദിവസം നിങ്ങൾ PYQ-കൾ നോക്കാൻ എടുക്കുക കേട്ടോ. PYQ അതുപോലെ പരമാവധി PYQ മാക്സിമം കളക്ട് ചെയ്ത് നോക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പൊ അത് സൺഡേ സമയം കിട്ടുമ്പോൾ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്തിട്ട് നിങ്ങൾ ഈ ഒരാഴ്ച പഠിച്ച ടോപ്പിക്കിൽ നിന്ന് എന്തെല്ലാം PYQ കിട്ടി, പറ്റിയാൽ PYQs എല്ലാം സേവ് ചെയ്ത് വെക്കുക. പ്രിന്റ് ഔട്ട് എടുത്ത് വെക്കാൻ പറ്റുന്നവർ അങ്ങനെ വെക്കുക. എന്നിട്ട് ടിക്കറ്റ് പോവാ. നിങ്ങൾക്ക് കിട്ടിയ നിങ്ങൾക്ക് പഠിക്കാം, നിങ്ങൾ പഠിച്ചതിൽ നിന്ന് വരുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ടിക്കറ്റ് പോവുക. ഇസ് ഇറ്റ് ക്ലിയർ? അപ്പൊ ഇങ്ങനെ നിങ്ങൾക്ക് ഒരു സ്റ്റഡി പ്ലാൻ തയ്യാറാക്കാം. MLT-ക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് എല്ലാ ദിവസങ്ങളിലും MLT ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഒരു പ്ലാൻ തയ്യാറാക്കി പഠിക്കാൻ മാത്രമല്ല ദിവസം വേണ്ടത്. ഒരു ദിവസത്തിൽ നിങ്ങൾ എത്ര സമയം അവേഴ്സ് ആണ് പഠിക്കാൻ മാറ്റി വെക്കുന്നത്, അതിൽ പകുതി സമയം പഠിക്കുക. ബാക്കി സമയം അത് പഠിച്ച കാര്യം റിവിഷൻ നടത്താനും ക്വസ്റ്റ്യൻസ് ചെയ്യാനും പരീക്ഷകൾ ചെയ്യാനും. അപ്പൊ ഈ ഒരു പഠിച്ച ടോപ്പിക്കിൽ നിന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്യാം അല്ലെ. ഇപ്പൊ നിങ്ങൾ MLT-യിൽ പഠിച്ചത് വാക്യൂ ചെയിനറിന്റെ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് ആണെങ്കിൽ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് എന്ന് ഇട്ടാൽ തന്നെ പരമാവധി ക്വസ്റ്റ്യൻസ് ChatGPT-യിൽ നിന്നും ഗൂഗിളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ എല്ലാ ക്വസ്റ്റ്യൻസും പരമാവധി ക്വസ്റ്റ്യൻ കളക്ട് ചെയ്ത് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അതുകൂടാതെ നിങ്ങൾ ഒരു ദിവസം PYQ-കൾ മാത്രം നോക്കാൻ എടുക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അന്നത്തെ ദിവസം MCQ ഒക്കെ നോക്കാം. അപ്പൊ നിങ്ങൾ ഈ ചെയ്യുന്ന പരീക്ഷകളൊക്കെ എഴുതി നോക്കുമല്ലോ, മോക്ക് എക്സാമുകൾ. അപ്പൊ പറ്റുന്ന തെറ്റുകളൊക്കെ നോട്ട് ചെയ്ത് വെച്ച് അത് തിരുത്തി മുമ്പോട്ട് പോവാം. ക്ലിയർ ആണോ? അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞത് അത് തന്നെയാണ്. അതായത് ബേസിക് ലാബ് ടെക്നിക്സ് ആദ്യത്തെ മോഡ്യൂളിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കളർ കോഡിംഗ് വെച്ചിട്ടുള്ള ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് ആണ് കേട്ടോ. കളർ കോഡിംഗ് വെച്ചിട്ടുള്ള ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ്. അതുപോലെ ഹസാർഡ് സിംബലുകൾ ഇമ്പോർട്ടന്റ് ആണ്. ഡിസിൻഫെക്റ്റന്റ് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, രണ്ടാമത്തതിൽ നമ്മൾ പറഞ്ഞു വാക്യൂ ചെയിനറുകളാണ് അല്ലെ ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞത്. അതുപോലെ ലീഷ്മാനിന്റെ സ്റ്റെയിനിങ് പറഞ്ഞു. ഓക്കെ, അതുപോലെ തന്നെ ലീഷ്മാൻ സ്റ്റെയിനിങ്, RBC, WBC, പ്ലേറ്റ്ലെറ്റ്സ്, RBC കൗണ്ട്, വെസ്റ്റഗ്രൻസ് മെത്തേഡ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞു. ഓക്കെ,
നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ക്ലിനിക്കൽ പത്തോളജിയിൽ കൂടുതലായിട്ടും ചോദിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. ബ്ലഡ് ഗ്ലൂക്കോസിൽ നിന്ന് സ്ഥിരം ക്വസ്റ്റ്യൻ വരുന്നതാണ്. HbA1c വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഓരോ മെത്തേഡിന്റെ പേരുകൾ വെരി അടുത്തൊരു ഇമ്പോർട്ടന്റ് ആണ്. നെയിം ഓഫ് മെത്തേഡ്സ്, അതായത് പല തരത്തിൽ ഇപ്പം കൊളസ്ട്രോൾ നോക്കാനുള്ള മെത്തേഡ്, അല്ലെങ്കിൽ യൂറിക് ആസിഡ് നോക്കാനുള്ള ജാബ്സ് മെത്തേഡ്, അങ്ങനെ ഓരോന്നിന്റെ മെത്തേഡ്, നെയിം ഓഫ് മെത്തേഡ്, ആ മെത്തേഡിന്റെ പേര് ഇമ്പോർട്ടന്റ് ആണ്. അതിൽ റിയേജന്റ് ഉപയോഗിക്കുന്നത് ഇമ്പോർട്ടന്റ് ആണ്. അതിൽ ഇൻസ്ട്രുമെന്റുകൾ എന്തെങ്കിലും ഉപയോഗിക്കുന്നെങ്കിൽ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിപ്പറ്റുകളൊക്കെ ഉപയോഗിക്കൂലേ? ഡൈല്യൂട്ടിംഗ് ഫ്ലൂയിഡ് ഇമ്പോർട്ടന്റ് ആണ്. ഡൈല്യൂട്ടിംഗ് ഫ്ലൂയിഡ്, പിപ്പറ്റ്, റിയേജന്റുകള്, അതുപോലെ മെത്തേഡിന്റെ പേര്, മെലോയ് ആൻഡ് എവലിൻ മെത്തേഡ്, വെസ്റ്റർഗ്രൻസ് മെത്തേഡ്, വിൻട്രോപ്സ് മെത്തേഡ്, ഇങ്ങനെ മെത്തേഡുകളുടെ പേര് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബാക്ടീരിയയുടെ ക്ലാസിഫിക്കേഷൻ ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ്. സ്ഥിരമായിട്ട് ഷേപ്പ് ഓഫ് ബാക്ടീരിയ ചോദിക്കുന്നുണ്ട്. ഓക്കെ, കൾച്ചർ മീഡിയ, കൾച്ചർ മെത്തേഡ്, ഗ്രാം സ്റ്റെയിനിങ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ്ങും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഹാങ്ങിങ് ഡ്രോപ്പ് മെത്തേഡ് ഒക്കെ പറഞ്ഞു. ഇനി അടുത്ത മലേറിയയിൽ നിന്നും ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ഫൈലേറിയാസിസിൽ നിന്നും 2 മാർക്ക് സ്ഥിരമായിട്ട് ഓരോ മാർക്കിൽ നിന്ന് ഓരോ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഹിസ്റ്റോ ടെക്നോളജി ആൻഡ് സൈറ്റോളജിയിൽ നിന്ന് മൈക്രോടോമിനെ പറ്റിയും സൈറ്റോളജി, പാപ്സ്മിയർ ഒക്കെ ക്വസ്റ്റ്യൻ വരുന്ന ഏരിയ ആണ്. ഹിസ്റ്റോളജിയും സൈറ്റോളജിയും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടതാണ്. അപ്പൊ ഒരു ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ ടിപ്പുകൾ പോലെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഓടിച്ചു പറഞ്ഞുതരാം. നമുക്കറിയാം ഹസാർഡ് സിംബലുകൾ. ഓക്കെ, ഇത് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇനിയുള്ള ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. പരീക്ഷയോടനുബന്ധിച്ച് നമ്മൾ റിവിഷൻ ക്ലാസ്സസ് വെച്ച് തരുന്നതായിരിക്കും നിങ്ങൾക്ക്. അപ്പൊ എല്ലാവരും സീരിയസ് ആയിട്ട് ഇനിയുള്ള സമയം സീരിയസ് ആയിട്ട് പഠിക്കാൻ യൂസ് ചെയ്യുക. ഹസാർഡ് സിംബൽസ് പലതരത്തിലുണ്ട്. ബയോ ഹസാർഡ്, ഫ്ലെയിമബിൾ, കത്തുന്നത് അല്ലെ, കൊറോസീവ് ആയിട്ടുള്ളത്. പിന്നെ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്, PPE, നമ്മൾ എന്താ ഇടുന്നത്? ഗ്ലൗസ്, മാസ്ക്, ലാബ് കോട്ടൊക്കെ ഇടുന്നു അല്ലെ. ബയോമെഡിക്കൽ വേസ്റ്റ് കളർ കോഡിങ്, യെല്ലോ കളർ എന്തിനാണ്? അനാറ്റമിക്കൽ വേസ്റ്റ്. അതിൽ റെഡ്, പ്ലാസ്റ്റിക് വേസ്റ്റ്, വൈറ്റ്, ഷാർപ്പ്, സ്ഥിരം ക്വസ്റ്റ്യൻ വരുന്നതാണ് യെല്ലോയും വൈറ്റും. അതിൽ യെല്ലോ എപ്പോഴും ക്വസ്റ്റ്യൻ വരുന്നതാണ്, വൈറ്റും ക്വസ്റ്റ്യൻ വരുന്നതാണ്. ഇനി ക്ലീനിങ്ങിൽ ബ്ലഡ് സ്റ്റെയിൻ ആയിട്ടുണ്ടെങ്കിൽ ഡിസിൻഫെക്റ്റന്റ് വെച്ചിട്ട് ആദ്യം ചെയ്തിട്ട് പിന്നെ വാഷ് ചെയ്യണം. പുതിയ ഗ്ലാസ് വെയർ ആണെങ്കിൽ ഡിറ്റർജന്റ് പ്ലസ് ആസിഡ് വാഷ്. ഇൻസ്ട്രുമെന്റുകൾ സെൻട്രിഫ്യൂജ് ചെയ്യുന്നത് അവിടെ എങ്ങനെയാണ്? അത് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആണ് അവിടെ ആക്ട് ചെയ്യുന്നത്. കളറിമീറ്റർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കളറിമീറ്റർ ഇൻസ്ട്രുമെന്റുകളിൽ നിന്ന് സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, ഇമ്പോർട്ടന്റ് ആണ്. ഏതെങ്കിലും ഒരു ഇൻസ്ട്രുമെന്റ് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. കളറിമീറ്ററിൽ നിന്നെല്ലാം ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഓക്കെ, വാട്ടർ പ്യൂരിഫിക്കേഷൻ, ഡിസ്റ്റിലേഷൻ എന്താണ്? ഡിസോൾഡ് ഇമ്പ്യൂരിറ്റീസ് മാറ്റുന്നു. ഡീഅയനൈസേഷൻ ചോദിച്ചതാണ്, റിമൂവ്സ് അയോൺസ്. ഓക്കെ, പിന്നെ ബ്ലഡ് എങ്ങനെ എവിടെ നിന്ന് കളക്ട് ചെയ്യുന്നു? കാപ്പിലറി ആണെങ്കിൽ ഫിംഗർ ടിപ്പിൽ നിന്ന്, വീനസ്, മീഡിയൻ ക്യൂബിറ്റൽ വെയിനിൽ നിന്ന്, ആർട്ടീരിയൽ, ABG. ബ്ലഡ് സെല്ലിന്റെ നോർമൽ വാല്യൂസ് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. നോർമൽ വാല്യൂസ്. RBC നമുക്കറിയാം ബൈ കോൺകേവ് ആണ്, ന്യൂക്ലിയസ് ഇല്ല, ഓക്സിജൻ ട്രാൻസ്പോർട്ടിന് സഹായിക്കുന്നു. നോർമൽ വാല്യൂ എത്രയാണ്? 4.5 to 6 million per microliter. WBC ഡിഫൻസ് മെക്കാനിസത്തിന് സഹായിക്കുന്നു, 4000 to 11,000. പ്ലേറ്റ്ലെറ്റ്സ് ക്ലോട്ടിങ്ങിന് സഹായിക്കുന്നു, 1.5 to 4 lakhs. ഇനി RBC കൗണ്ട് നോക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഫ്ലൂയിഡ് ഹെയംസ് ഫ്ലൂയിഡ് അല്ലെങ്കിൽ ഡെയ്സീസ് ഫ്ലൂയിഡ് ഉപയോഗിക്കാറുണ്ട്. അടുത്തത് WBCക്ക് ഉപയോഗിക്കുന്നത് ടർക്സ് ഫ്ലൂയിഡ്, പ്ലേറ്റ്ലെറ്റ്സ്, റീസ് ആൻഡ് എക്കർ ഡൈല്യൂട്ടിംഗ് ഫ്ലൂയിഡ്, റെറ്റിക്കുലോസൈറ്റ് ബോൺ മാരോ ആക്ടിവിറ്റി അറിയാനാണ്. ESR ഒരു ഡയഗ്നോസിസിൽ എത്താൻ സാധിക്കില്ലെങ്കിലും ബോഡിയിൽ ഇൻഫ്ലമേഷൻ ഉണ്ടെങ്കിൽ അത് അറിയാൻ സാധിക്കും. ഉപയോഗിക്കുന്ന മെത്തേഡ് വെസ്റ്റർഗ്രൻസ് മെത്തേഡ്. അപ്പൊ അവിടെ ക്വസ്റ്റ്യൻ എപ്പോഴും വരുന്നത് വെസ്റ്റർഗ്രൻസ് പിപ്പറ്റിനെ പറ്റിയാണ് കേട്ടോ. വെസ്റ്റർഗ്രൻസ് പിപ്പറ്റിന്റെ ലെങ്ത് എത്ര, ബോർ ഡയമീറ്റർ എത്ര, അതുപോലെ തന്നെ അതിലെ വർക്കിംഗ് ഡിസ്റ്റൻസ് എത്ര, 300 millimeter, വർക്കിംഗ് ഡിസ്റ്റൻസ് 200, 0 to 200. അതുപോലെ അതിന്റെ 2.5 millimeter ബോർ ഡയമീറ്റർ. ഇറ്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടന്റ്. PCV എന്താണ്? PCV ചോദിച്ചിട്ടുണ്ട്. PCV എന്താണ്? പാക്ഡ് സെൽ വോളിയം ആണ് PCV, പാക്ഡ് സെൽ വോളിയം. ക്ലിയർ ആണോ? അടുത്തത് കൊയാഗുലേഷനെ പറ്റി പറയുകയാണെങ്കിൽ ബ്ലീഡിംഗ് ടൈം, ഡ്യൂക്സ് മെത്തേഡ് 2 to 5 minutes. ക്ലോട്ടിംഗ് ടൈം, കാപ്പിലറി മെത്തേഡ്. ക്ലിയർ ആണോ? ഇനി ബ്ലഡ് ബാങ്കിങ്ങിനെ പറ്റിയാണെങ്കിൽ ABO സിസ്റ്റം ഉണ്ട്, RH സിസ്റ്റം ഉണ്ട് അല്ലെ. ABO സിസ്റ്റം A ഗ്രൂപ്പ്, B ഗ്രൂപ്പ്, ABOയും. O ഗ്രൂപ്പ് ആണ് യൂണിവേഴ്സൽ ഡോണർ എന്നറിയപ്പെടുന്നത്. AB ഗ്രൂപ്പ് ആണ് യൂണിവേഴ്സൽ റെസിപ്പിയന്റ് എന്നറിയപ്പെടുന്നത്. RH ഫാക്ടർ പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ്. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുന്നതാണ് ക്രോസ് മാച്ചിങ്ങിനെ പറ്റി. മേജറും ഉണ്ട്, മൈനറും ഉണ്ട്. മേജർ മീൻസ് ഡോണർ RBC പ്ലസ് റെസിപ്പിയൻ സീറം.
മൈനർ മീൻസ് ഡോണർ സീറം പ്ലസ് റെസിപ്പിയന്റ് RBC. ക്ലിയർ ആണോ? അടുത്തത് നമുക്കറിയാം ക്ലിനിക്കൽ പത്തോളജി, യൂറിൻ അനാലിസിസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആദ്യത്തെ ഫസ്റ്റ് മോർണിംഗ് സാമ്പിൾ ബെസ്റ്റ് എന്ന് പറയാം, കോൺസെൻട്രേറ്റഡ് ആണ്. പ്രോട്ടീനൂറിയ എന്താണ്? പ്രോട്ടീൻ ഇൻ യൂറിൻ. ഷുഗർ ഉണ്ടെങ്കിൽ ഗ്ലൈക്കോസൂറിയ, ബ്ലഡ് ഉണ്ടെങ്കിൽ ഹെമറ്റൂറിയ. ഏർലി മോർണിംഗ് സാമ്പിൾ ആണ് സ്പ്യൂട്ടത്തിലെ TB, ട്യൂബർകുലോസിസ് ഡയഗ്നോസ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. സ്റ്റൂളിൽ നിന്ന് പാരസൈറ്റുകൾ, ഒക്കൾട്ട് ബ്ലഡ് ഒക്കെ ഡിറ്റക്ട് ചെയ്യുന്നു. ക്ലിയർ ആണോ? CSF എങ്ങനെ എടുക്കുന്നത്? ലംബാർ പങ്ക്ചർ വഴി എടുക്കുന്നു. നോർമലി അത് ക്ലിയർ ആണ്. മെനിഞ്ചൈറ്റിസ് ആണെങ്കിൽ ടേർബിഡ് ആണ്. ട്യൂബർകുലസ് മെനിഞ്ചൈറ്റിസിൽ എന്താണ്? സ്ഥിരം ക്വസ്റ്റ്യൻ വരുന്നതാണ്. ട്യൂബർകുലസ് മെനിഞ്ചൈറ്റിസിൽ CSF എങ്ങനെ കാണുന്നു? കോബ് വെബ് അപ്പിയറൻസ്, വെരി വെരി ഇമ്പോർട്ടന്റ്. വളരെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സിലബസ് തന്നെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കിച്ചു തരാനാണ് ഞാൻ സിലബസ് ഡീകോഡ് ചെയ്യുന്നത്. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ MLT കടുകട്ടി ഒരു സിലബസ് ഒന്നും അല്ല. വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് പഠിച്ചെടുക്കാം. ഇതുവരെ പഠിച്ചിട്ടില്ലാത്തവർക്കാണെങ്കിൽ പോലും പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സിലബസ് തന്നെയാണ്. ബയോ കെമിസ്ട്രിയിൽ നിന്ന് ബ്ലഡ് ഗ്ലൂക്കോസ് സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗറിനെയാണ് FBS. ഭക്ഷണത്തിന് 2 മണിക്കൂർ ശേഷം എടുക്കുന്നത് PPBS ഓർ പോസ്റ്റ് പ്രാൻഡിയൽ ബ്ലഡ് ഷുഗർ. ഏതെങ്കിലും ഒരു സമയത്ത് എടുക്കുന്നതിന് റാൻഡം ബ്ലഡ് ഷുഗർ. നോർമൽ ഫാസ്റ്റിംഗ് 70 to 110 mg/dL. ഇനി HbA1c ഡയബറ്റിസ് മോണിറ്ററിംഗിന് വേണ്ടി 2-3 മാസത്തെ ഗ്ലൂക്കോസ് ലെവലിന്റെ ആവറേജ് റിഫ്ലക്ട് ചെയ്യുന്ന ഒരു വാല്യൂ ആണ് HbA1c. റീനൽ ഫംഗ്ഷൻ ടെസ്റ്റ് യൂറിയ, ക്രിയാറ്റിനിൻ കൂടിക്കഴിഞ്ഞാൽ കിഡ്നി ഡിസീസ് ആണെന്ന് പറയാം. അപ്പൊ ക്രിയാറ്റിനിന്റെ നോർമൽ വാല്യൂ എത്രയാണെന്ന് ചോദിച്ചാൽ 0.5 to 1.5 mg/dL. ലിവർ ഫംഗ്ഷൻ ടെസ്റ്റിൽ ബിലിറൂബിൻ കൂടുമ്പോൾ ജോണ്ടിസ് അല്ലെ. ഏത് മെത്തേഡ് ആണ്? മെലോയ് ആൻഡ് എവലിൻ മെത്തേഡ്. ക്രിയാറ്റിനിൻ ജാപ്സ് മെത്തേഡ്. ഓരോ മെത്തേഡുകളും ഇമ്പോർട്ടന്റ് ആണ്. LFTയിൽ നിറയെ പേരുകൾ പഠിക്കാനുണ്ട്. ലിപ്പിഡ് പ്രൊഫൈല്, അതിൽ ടോട്ടൽ കൊളസ്ട്രോൾ 200-ൽ താഴെ ആയിരിക്കണം. ഗുഡ് കൊളസ്ട്രോൾ HDL-ഉം ബാഡ് കൊളസ്ട്രോൾ LDL-ഉം ആണ്. ഇലക്ട്രോലൈറ്റ്, സോഡിയം പൊട്ടാഷ്യത്തിന്റെ വാല്യൂ ഇമ്പോർട്ടന്റ് ആണ്. സോഡിയത്തിൻ്റെത് 135 to 145 milli equivalent per liter. പൊട്ടാഷ്യത്തിൻ്റെത് 3.5 to 5 milli equivalent per liter. മാർക്കേഴ്സ്, കാർഡിയാക് മാർക്കേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ട്രോപ്പോണിൻ, അതുപോലെ ക്രിയാറ്റിനിൻ കൈനേസ് MB. ഓക്കെ, അതാണ് ഹാർട്ടിന്. ഇനി ട്യൂമർ മാർക്കറുകളുണ്ട് കേട്ടോ, ചില ട്യൂമേഴ്സ് അറിയാനായിട്ട്. അതും 100% നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ സാധിക്കില്ല. ആ ഒരു ഇപ്പൊ ഒരു PSA കൂടി എന്ന് പറഞ്ഞാൽ പ്രോസ്റ്റേറ്റ് ക്യാൻസർ ആണ് നമുക്ക് 100% പറയാൻ പറ്റില്ല. പക്ഷേ നമുക്ക് ഒരു കൺക്ലൂഷനിൽ എത്താൻ സാധിക്കും. ഓക്കെ, വേറെ ടെസ്റ്റുകൾ കൂടി ചെയ്താൽ, ബയോപ്സി ചെയ്താൽ മാത്രമേ കൺക്ലൂഷനിൽ എത്താൻ സാധിക്കൂ അല്ലെ. PSA പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആന്റിജൻ, ആൽഫ ഫീറ്റോ പ്രോട്ടീൻ ലിവറിന്. ഓക്കെ, അതുപോലെ CEA, അതുപോലെ BRCA, അങ്ങനെ കുറെ ട്യൂമർ മാർക്കറുകൾ പഠിക്കാൻ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സുകളിൽ പഠിക്കുന്നതായിരിക്കും. ട്യൂമർ മാർക്കറുകൾ, കാർഡിയാക് മാർക്കറുകൾ ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, മോഡ്യൂൾ 3 വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞു, 15 മാർക്കാണെന്ന് പറഞ്ഞു. മോഡ്യൂൾ 4 മൈക്രോബയോളജി, അതിൽ കൂടുതൽ ക്വസ്റ്റ്യൻ വരുന്നത് ബാക്ടീരിയയുടെ ഷേപ്പ് ആണ്. ഷേപ്പിൽ നിന്ന് സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. കോക്കൈ റൗണ്ട് ഷേപ്പ്, ബാസിലായി റോഡ് ഷേപ്പ്, വിബ്രിയോ കോമ ഷേപ്പ്, സ്പൈറില സ്പൈറൽ ഷേപ്പ്. ഓക്കെ, പിന്നെ സ്റ്റെറിലൈസേഷൻ, ഓട്ടോക്ലേവ് 121°C 15 സൈ മോയിസ്റ്റ് ഹീറ്റ്, ഹോട്ട് എയർ ഓവൻ ഡ്രൈ ഹീറ്റ്. ഇനി ഡിസിൻഫെക്റ്റന്റും ആന്റിസെപ്റ്റിക്കും. ഡിസിൻഫെക്റ്റന്റ് കൂടുതൽ ഉപയോഗിക്കുന്നത് നോൺ ലിവിങ്ങിലും, ആന്റിസെപ്റ്റിക് ഉപയോഗിക്കുന്നത് എവിടെയാണ്? ലിവിങ് ടിഷ്യൂയിലുമാണ്. ഇനി കൾച്ചർ മീഡിയ. സിമ്പിൾ ന്യൂട്രിയന്റ് അഗർ, സെലക്റ്റീവ് മെക്കോൺകി, ഡിഫറൻഷ്യൽ ബ്ലഡ് അഗർ. അപ്പൊ കൾച്ചർ മീഡിയകളെ എക്സാമ്പിൾ പഠിച്ചു വെക്കുക, ഇമ്പോർട്ടന്റ് ആണ്. ഇറ്റ് ഈസ് ഇമ്പോർട്ടന്റ്. ഓക്കെ, കൾച്ചർ മെത്തേഡ് ആൻഡ് കൾച്ചർ മീഡിയ ഇമ്പോർട്ടന്റ് ആണ്. സ്റ്റെയിനിങ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഗ്രാം സ്റ്റെയിനിങ്, സെൽ വോള് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ്. ഓക്കെ, TBക്കാണ് ചെയ്യുന്നത് കേട്ടോ. അതുപോലെ സിമ്പിൾ സ്റ്റെയിനിങ്, മോർഫോളജി. അത് കഴിഞ്ഞ കാറ്റലൈസ്, ഓക്സിഡേസ്, കൊയാഗുലേസ് ടെസ്റ്റുകൾ, ഇംവിക് ടെസ്റ്റ്, ഇൻട്രിക് ബാക്ടീരിയക്ക്, എലീസ ആന്റിജൻ ആന്റിബോഡി റിയാക്ഷൻ, പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ, DNA ആംപ്ലിഫിക്കേഷൻ. അപ്പൊ ഇതെല്ലാം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇതെല്ലാം വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. മൈക്രോബയോളജി വളരെ ഡെപ്തിലൊന്നും പഠിക്കാനില്ല. ആനന്ദ നാരായണൻ ടെക്സ്റ്റിലുള്ള വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്. അടുത്ത പാരസൈറ്റോളജി, ഓരോ മാർക്ക് മലേറിയയിൽ നിന്നും ഫൈലേറിയയിൽ നിന്നും ചോദിക്കാറുണ്ട്. മലേറിയയുടെ കോസേറ്റീവ് ഓർഗാനിസം പ്ലാസ്മോഡിയം വെക്ടർ, ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ. തിക്സ്മിയറും തിൻസ്മിയറും ഉപയോഗിക്കുന്നുണ്ട്. തിക്സ്മിയർ ഡിറ്റക്ഷനും തിൻസ്മിയർ സ്പീഷീസ് ഒക്കെ അറിയാനും.
ഇനി ഫൈലേറിയാസിസ് ഉണ്ടാക്കുന്നത് കോസേറ്റീവ് ഓർഗാനിസം ബുച്ചറേറിയ ബാങ്കറോഫ്റ്റി, അത് നൊക്ടേണൽ പീരിയോഡിസിറ്റി കാണിക്കുന്നത് കൊണ്ട് തന്നെ രാത്രി ബ്ലഡ് എടുത്ത് നോക്കിയാലേ ഫൈലേറിയാസിസ് കൺഫേം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, ഇതെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ നൊക്ടേണൽ പീരിയോഡിസിറ്റിയിൽ നിന്ന് PYQ ചോദിച്ചതാണ്. അപ്പൊ ഒരു മാർക്കും ഷുവർ ഷോട്ട് വരുന്ന ഒരു ഹെഡിങ് ആണ്. ഓക്കെ, അടുത്തത് ഹിസ്റ്റോളജി ആൻഡ് സൈറ്റോളജി. അതിൽ നമുക്ക് ടിഷ്യൂ പ്രോസസിംഗ്, ഫിക്സേഷൻ, ഡീഹൈഡ്രേഷൻ, ക്ലിയറിംഗ്, എംബെഡിങ്, സെക്ഷനിങ്, സ്റ്റെയിനിങ്, ഇതാണ് അതിന്റെ ഓർഡർ വരുന്നത്. സ്റ്റെയിനിങ്ങില് ഹിമറ്റോക്സിലിൻ ആൻഡ് ഇയോസിൻ സ്റ്റെയിന്. ഓക്കെ, സൈറ്റോളജി എന്ന് പറയുന്നത് സെല്ലുകളെ പറ്റിയുള്ള സ്റ്റഡിയാണ്. എക്സാമ്പിൾ പാപ്സ്മിയർ. പാപ്സ്മിയർ ഉപയോഗിക്കുന്നത് നമ്മുടെ സെർവൈക്കൽ ക്യാൻസർ അല്ലെ, ക്യാൻസർ സ്ക്രീൻ ചെയ്യാനാണ് ഇത് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ സിലബസ് വളരെ ഡീറ്റെയിൽ ആയിട്ട് സിലബസിൽ എന്ത് പഠിക്കണം, എന്ത് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു. അപ്പൊ ഞാൻ പറഞ്ഞു ബുക്കുകൾ ഏത് റെഫർ ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ VHSCയുടെ MLT ടെക്സ്റ്റ് ബുക്കുകളുണ്ട്. അതുപോലെ ഡിപ്ലോമ MLTയുടെ PDF, NIOS, ഹെമറ്റോളജി, റാംനിക് സൂദ്. അപ്പൊ ഇങ്ങനെയുള്ള ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ ബേസിക് കാര്യങ്ങൾ ഉണ്ടാവും. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഇതുവരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചു കണ്ടിട്ടുള്ളൂ. ഓക്കെ, എന്നാലും നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ കുറച്ചധികം ഡെപ്തിൽ തന്നെ പഠിച്ചു പോവുക. ഇനി നിങ്ങളുടെ മുന്നിൽ 2.5 മാസമേ ഉള്ളൂ തികച്ചു. അപ്പോൾ ഇനിയുള്ള ദിവസം വേസ്റ്റ് ചെയ്യാതെ വളരെ സ്മാർട്ട് സ്റ്റഡി ചെയ്യണം. വളരെ സ്ട്രാറ്റജിക് ആയിട്ട് വളരെ പ്ലാൻ ചെയ്തൊരു ടൈം ടേബിൾ ഉണ്ടാക്കി ആ ടൈം ടേബിൾ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. സ്റ്റഡി പ്ലാൻ എങ്ങനെ തയ്യാറാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഒരു സ്റ്റഡി പ്ലാൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കി തരാം. ഒരു വെബിനാർ ചെയ്യാം, കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഒരു സ്റ്റഡി പ്ലാൻ ക്രിയേറ്റ് ചെയ്ത് തരാം. ഓക്കെ, അപ്പൊ ഈ ഒരു എക്സാമിന് ഏത് കോമ്പറ്റേറ്റീവ് എക്സാം ആയിക്കോട്ടെ, നിങ്ങൾക്ക് നമ്മൾ ഏതൊക്കെ മിസ്റ്റേക്സ് അവോയ്ഡ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും സിലബസ് എടുത്തു വെച്ചിട്ട് അത് മൊത്തം പഠിച്ചു തീർക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടെ ഇരിക്കരുത്. അതുപോലെ പഠിക്കുന്ന കാര്യങ്ങൾ കാണാതെ പഠിക്കുന്നതിലും കാര്യമില്ല. നമുക്കത് റീകളക്ട് ചെയ്ത് എക്സാമിന് MCQ രൂപത്തിൽ എഴുതാൻ സാധിക്കില്ല. പിന്നെ മീൽസ് മിക്സ് ചെയ്യരുത്, റെസ്റ്റ്, സ്ലീപ്പ് അത്യാവശ്യമാണ്, റിവിഷൻ വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ റിവിഷന് വേണ്ടിയുള്ള ഒരു ദിവസം നിങ്ങൾ വിടുക. ആ ഒരു ദിവസവും കൂടെ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിന് പകരം പഠിച്ച കാര്യം തറോ ആയിട്ട് റിവൈസ് ചെയ്തിട്ട് മാത്രം റിവൈസ് ചെയ്യുക. മാത്രമല്ല ആ MCQയും ചെയ്തതിന് ശേഷം മാത്രമേ അടുത്തൊരു ടോപ്പിക്കിലോട്ട് പോവാവൂ. അതുപോലെ സിലബസ് മൊത്തം തീർത്തിട്ട് MCQ ചെയ്തു തുടങ്ങാം എന്നുള്ള ഒരു ധാരണയിൽ ഇരിക്കരുത്. നിങ്ങൾ പഠിച്ചു തുടങ്ങുമ്പോൾ തന്നെ ആ പഠിക്കുന്ന കാര്യങ്ങളിൽ നിന്നുള്ള MCQ ചെയ്യുക. ഞാൻ പറഞ്ഞു എല്ലാ ദിവസവും എല്ലാ ആഴ്ചയിലും ഓരോ ദിവസം PYQക്ക് മാറ്റി വെക്കുക. ഓക്കെ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്ത് അന്നത്തെ ദിവസം നിങ്ങൾ പഠിച്ച ടോപ്പിക്കിൽ നിന്ന് എന്തെല്ലാം PYQ നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റി എന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, അപ്പൊ നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ തന്നെയാണോ PSC ചോദിക്കുന്നതെന്ന് അറിയാൻ സാധിക്കും. നിങ്ങൾ പഠിക്കുന്നത് കറക്റ്റ് മെത്തേഡ് ആണോ, ഇങ്ങനെ പഠിച്ചാൽ മതിയോ, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് എഴുതാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളതെല്ലാം അങ്ങനെ ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ സിലബസ് മൊത്തം തീർന്നിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കളക്ട് ചെയ്യാന്ന് വിചാരിക്കരുത്. ആദ്യം തന്നെ സിലബസ് പ്രിന്റ് ഔട്ട് എടുത്ത് വെച്ച് അതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും പ്രിന്റ് ഔട്ട് എടുത്ത് വെക്കുക. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ഈ MLT വളരെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാനായിട്ട് നമ്മൾ PK ലേണിംഗ്സ് നിങ്ങൾക്കായിട്ടൊരു ലാബ് പൾസ് ബാച്ച് കൊണ്ടുവരികയാണ്. അടുത്ത ആഴ്ച ക്ലാസ് തുടങ്ങുന്നേ ഉള്ളൂ. 27-ാം തീയതിയാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഈ ഒരു ഹൈ വെയിറ്റേജ് ടോപ്പിക്കുകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് MLT കംപ്ലീറ്റ് സിലബസ് നിങ്ങൾക്ക് ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസ്സുകളിലൂടെ കംപ്ലീറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഓരോ ആഴ്ചകളിലും അന്ന് പഠിച്ച ക്ലാസ്സുകളിൽ നിന്നുള്ള എക്സാമുകൾ, ഒരു 100 മാർക്കിനുള്ള എക്സാം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പൊ എക്സാം ഓറിയന്റഡ് ക്ലാസ്സസ് ആയിരിക്കും. പിന്നെ ഓരോ മോഡ്യൂളുകളിൽ നിന്നുള്ള റിവിഷനുകൾ ഉണ്ടാകും. ആ റിവിഷന് ശേഷം അതിന്റെ പരീക്ഷകൾ ഉണ്ടായിരിക്കും. ഓരോ മോഡ്യൂളിൽ നിന്നുള്ള എക്സാമുകൾ ഉണ്ടാവും. അതിനുശേഷം ഫുൾ ലെങ്ത് എക്സാം ഉണ്ടാവും. അങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു 50 മാർക്കിൽ 50ഉം സ്കോർ ചെയ്യാവുന്ന തരത്തിലുള്ള കണ്ടന്റും നിങ്ങൾക്ക് ക്ലാസ്സസും ലൈവ് ആൻഡ് റെക്കോർഡഡ് PYQ ഡിസ്കഷനും ലൈവ് ക്ലാസ്, ലൈവിലൂടെ റിവിഷൻ നടത്തി നിങ്ങൾക്ക് പഠിച്ച കാര്യം വളരെ തറോ ആയിട്ട് എങ്ങനെ MCQ ചെയ്യാനുള്ള ട്രെയിനിങ്ങും തന്ന് വളരെ ട്രെയിൻഡ് ആയിട്ട് നിങ്ങൾ ഈ ഒരു MLT ടോപ്പിക്ക് 50 മാർക്ക് കിട്ടാനുള്ള കംപ്ലീറ്റ് ഹെൽപ്പ് ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ചെയ്തു തരുന്നതായിരിക്കും. എല്ലാവരും എത്രയും പെട്ടെന്ന് കോഴ്സിന് ജോയിൻ ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. ഇനി നമ്മുടെ മുന്നിൽ സമയമില്ല, 2.5 മാസമേ ഉള്ളൂ. അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ പഠനം ആരംഭിക്കുക. ഓക്കെ, അപ്പൊ ഇനി ഒരുവിധം പഠിച്ചു എന്നുള്ളവർക്ക് ഒരു ടെസ്റ്റ് സീരീസ് ആണ് നിങ്ങൾ പ്രിഫർ ചെയ്യുന്നതെങ്കിൽ ടെസ്റ്റ് സീരീസും ഞങ്ങളുടെ കയ്യിലുണ്ട്. PK ലേണിംഗ്സ് നിങ്ങൾക്കായിട്ട് ഒരു ജൂനിയർ ലാബ് അസിസ്റ്റന്റിന്റെ ടെസ്റ്റ് സീരീസ് കൊണ്ടുവരുന്നുണ്ട്, ഓപ്പറേഷൻ ലാബ് എയ്സ്. അതായത് നിങ്ങളിപ്പോ പഠിച്ച കഴിഞ്ഞ മോഡ്യൂളുകൾ വൈസ് പഠിച്ചിട്ടുണ്ടാവും അല്ലെ. ഈ മോഡ്യൂൾ വൈസ് പരീക്ഷകള്, സബ്ജക്ട് വൈസ് ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജി, MLT സബ്ജക്ട് വൈസ് പരീക്ഷ. അതുപോലെ തന്നെ
ഫുൾ ലെങ്ത് പരീക്ഷ, അങ്ങനെ 1500-ലധികം MCQs നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. അതിന്റെ ഡീറ്റെയിൽഡ് PDF നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പൊ 15 എക്സാമുകൾ എഴുതി ടൈം ടേബിളിന്റെ ബേസിസിലായിരിക്കും. ഓരോ ടൈം ടേബിൾ ഉണ്ടാവും. ആ ടൈം ടേബിൾ അനുസരിച്ച് നിങ്ങൾക്ക് പഠിച്ച കാര്യങ്ങൾ ആ പരീക്ഷകൾ അന്നാന്ന് ദിവസങ്ങളിൽ എഴുതാൻ സാധിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ പഠിച്ച കാര്യം ഒരുവിധം പഠിച്ചു വെച്ചു, ഇനി റിവിഷനും MCQ പ്രാക്ടീസും മാത്രം മതി എന്നുള്ളവർക്ക് ടെസ്റ്റ് സീരീസിൽ ജോയിൻ ചെയ്യാം. ടെസ്റ്റ് സീരീസ് 24-ാം തീയതി മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അന്ന് മുതൽ നിങ്ങൾക്ക് ഓരോ മോഡ്യൂൾ വൈസ് പഠിച്ച് പരീക്ഷകൾ എഴുതി തുടങ്ങാവുന്നതാണ്. ഓക്കെ, അപ്പോ എല്ലാവരും നമ്മളിപ്പോ എങ്ങനെയും നമ്മൾ സ്വപ്നം കണ്ടുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല അല്ലെ. സ്വപ്നം എന്ന് പറയുന്നത് ഉറങ്ങുമ്പോ കാണുന്നതല്ല, ഉറക്കം കെടുത്തുന്നതാവണം എന്ന് പറയും. അപ്പൊ നിങ്ങൾ ഈ ഒരു ജൂനിയർ ലാബ് അസിസ്റ്റന്റ് ആകാനുള്ള സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ ഇനി ഉറങ്ങി സ്വപ്നം കണ്ടുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. നിങ്ങളുടെ ഉറക്കം കെടുത്തി കുറച്ച് എന്ന് വെച്ചാൽ ഉറക്കം കളഞ്ഞ് പഠിക്കണമെന്നല്ല പറയുന്നത്. നിങ്ങൾ മുന്നേയുള്ള മാസങ്ങളിനേക്കാളും നിങ്ങൾ കുറച്ചുകൂടി എഫേർട്ട് ഇടേണ്ടി വരും ഇനിയുള്ള മാസങ്ങളിൽ. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ഒരു 3 മാസം തികച്ചില്ല അല്ലെ, ഒരു 3 to 4 months ഉള്ളൂ, മാക്സിമം പോയാൽ 4 months. അപ്പോൾ കുറെ കാര്യങ്ങൾ മാറ്റിവെച്ച് ഈ ഒരു 3-4 മാസം നിങ്ങൾ ഈ ഒരു എക്സാമിന് വേണ്ടി അത്രയും കൺസിസ്റ്റന്റ് ആയിട്ട് ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കാൻ ശ്രമിക്കുക. അപ്പൊ അങ്ങനെ പഠിക്കാമെന്നുണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു എക്സാം നിങ്ങൾക്കുള്ളതാണ്. അപ്പൊ വളരെ എളുപ്പത്തിൽ തന്നെ ഒരു ഗവൺമെന്റ് ജോലി നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും. അപ്പൊ എല്ലാവർക്കും അവരവരുടെ ഡ്രീം ജോബ് ആയിട്ടുള്ള ജൂനിയർ ലാബ് അസിസ്റ്റന്റ് മെഡിക്കൽ എഡ്യൂക്കേഷൻ കിട്ടാൻ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഈ ഒരു വെബിനാർ അവസാനിപ്പിക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത ഒരു ലൈവ് സെഷനിൽ കാണാം. നമ്മൾ ലൈവായിട്ട് PYQ ഡിസ്കഷൻസ്, അതുപോലെ ഷുവർ ഷോ ടോപ്പിക്കുകൾ, അതുപോലെ സ്റ്റഡി പ്ലാനും ഒക്കെ ആയിട്ട് ലൈവിൽ കാണാം. താങ്ക് യു. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ലൈവ് ടോപ്പിക്സ് ചെയ്യാൻ ചെയ്യണമെന്നുണ്ട്, നിങ്ങൾക്ക് ആവശ്യമായിട്ടുണ്ട്, നിങ്ങൾക്ക് പഠിക്കുന്നതിന് സഹായകമായിട്ടുള്ള എന്ത് ടോപ്പിക്സ് വേണമെങ്കിലും നിങ്ങൾ കമന്റ് ചെയ്താൽ മതി. ലൈവായിട്ട് നിങ്ങൾക്ക് ഫ്രീ ആക്സസിൽ ചെയ്തു തരുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. എല്ലാവർക്കും അവരുടെ ഡ്രീം ജോബിലോട്ട് എത്താൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.